ഹായ് കൂട്ടുകാരെ, ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മ വീട്ടിൽ പോയി ഒന്ന് വെയിൽ കൊണ്ടിട്ട് മുഖമെല്ലാം കൊണ്ട് ഇതായിപ്പോയി. പല്ലിന് പറിച്ചാന്ന് നീര് കയറിയിട്ട് ഇപ്പോൾ ടാങ്ക് കഴിയാൻ വേണ്ടി മേലെ വന്നേക്കുവാണേ. നമ്മുടെ ഇവിടുത്തെ ഇതാണ് റോഡ്. വീണ്ടും പൊക്കത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ റോഡ് അങ്ങോട്ട് പോയാൽ മറ്റേ കല്ലടി ട്രാൻസ്ഫോറിൻ്റെ അങ്ങോട്ട് മണത്തനയ്ക്കൊക്കെ അങ്ങോട്ട് പോവാം. ഇതിന് അങ്ങോട്ട് പോയാൽ തൊണ്ടിയിലേക്ക്. ഇത് തൊണ്ടിയിലേക്ക്. പിന്നെ ഈ റോഡ് എങ്ങനെ പോയാൽ മറ്റേ ഇങ്ങോട്ട് പാറപ്പട്ടണത്തിലേക്ക് പോകുന്ന വഴി. ഇതെല്ലാം വൃത്തിയാക്കാൻ വേണ്ടി വന്ന ചാച്ചനുണ്ട് മേലെ ടാങ്ക് വൃത്തിയാക്കുന്നുണ്ടോ. നമ്മുടെ ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ. വെയിലായതുകൊണ്ടുള്ള ഉണ്ടോ ഇവിടെ കണ്ടമാണ്. ഇത് രസമാണെന്നറിയാമോ ഇവിടെ ഇങ്ങനെ കാണാൻ. ഉണ്ടോ ഇങ്ങനെ കിടക്കുക. എപ്പോഴും ഈ റോഡ് വണ്ടി ഉണ്ടാവും. ടാങ്ക് കഴുകുവാണ്, അത് കാരണം പൈപ്പൊക്കെ തുറന്നിട്ടേക്കുക. ഇനി ഇതെല്ലാം ചെത്തണം. പറമ്പ് എല്ലാം കിണർ തേകണം. ഇനി ഇതെല്ലാം ചെത്തി വൃത്തിയാക്കിയെടുത്ത് പോകണം. ഇതങ്ങോട്ട് മേലോട്ടുള്ള റോഡാണ്, മേലോട്ട് പോകുന്ന അങ്ങോട്ട്. നമ്മളിവിടെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചാൽ നമ്മുടെ വീടിൻ്റെ ഇപ്പുറം ഒരു വീടുണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ നല്ല ഭംഗിയല്ലേ ഇവിടെ കാണാൻ, നല്ല രസമില്ലേ കാണാൻ. കണ്ടമായിരുന്നു ഇത്. ഇനി ബാക്കി ഞാൻ താഴെ ചെന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ ചാച്ചനും ഞാനും കൂടെ ടാങ്കുകളെല്ലാം കഴുകി ഇറങ്ങി വരും കേട്ടോ. വാതിൽ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഒരു ഇതുപോലെ ഇങ്ങനൊരു പറവള അത് ഇറങ്ങി വരുന്നു. ഇതൊരു ബാത്റൂം കേട്ടോ. ഇതൊരു ബാത്റൂം. എല്ലാം വന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് ചക്കലൊക്കെ വൃത്തിയാക്കിയതാണ്. ടാങ്ക് കഴുകാൻ മാത്രം. ഇത് അടുക്കള വശത്തിൻ്റെ പുറകുവശം. ഞാൻ അവിടെ ഷീറ്റ് കെട്ടണം. കാറ്റത്ത് പറഞ്ഞു പോയി, ഞാൻ ഷീറ്റെല്ലാം ഒന്ന് കെട്ടണം. ഇതെല്ലാം വൃത്തിയാക്കി. ഇത് അടുക്കള, ഓപ്പൺ കിച്ചണാണേ. ഭക്ഷണം കഴിക്കണ്ടേ അച്ഛാ? ഇതൊരു മുറി. ഇവിടെയും ബാത്റൂം എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നാണ്. ഇതൊരു റൂം. ഇത് ഹാള്. ചെറിയ തിണ്ണ. ഇത് റോഡ്. എപ്പോഴും വണ്ടിയുണ്ട് ഇതിലെ കൂടെ. മുമ്പേ പോയിട്ട് കാണിച്ചില്ല. അമ്മ ചാച്ചൻ ചോറ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നല്ല വ്യൂവാ, നല്ല രസമല്ലേ കാണാൻ. റോഡ് വേണം. ഇതാണ് നമ്മുടെ വീട്. ആ മൊത്തം വള്ളിയാച്ചാ. ഈ ആടിനെ വളർത്തുന്നവർക്ക് സുഖം അല്ലേ. കോവൽ, കുറേ കോവൽ മമ്മി കുറേ പൈസ ഉണ്ടാക്കിയതല്ലേ മമ്മി കോവയ്ക്ക ഇട്ടിട്ട്. നല്ല ഈ കൊല്ലം ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. ഇനിയെല്ലാം തളുത്ത് കയറി വരട്ടെ, എന്നിട്ട് നല്ല പന്തലിട്ട് കൊടുക്കുക. ഇവിടെ നിൽക്കാൻ വരുന്നവർ അവർ നോക്കുമെങ്കിൽ പന്തൽ കെട്ടി കൊടുത്താൽ മതിയല്ലോ. അവർക്ക് വേണമെങ്കിൽ തോരൻ വെക്കാമല്ലോ.
തളുത്ത് വന്നു കഴിയുമ്പോൾ പന്തലിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കിണർ തേക്കാൻ അവർ എത്തുമല്ലോ. മമ്മീൻ്റെ കാച്ചിലൊക്കെ കിളുത്തിട്ടുണ്ട്. കാച്ചിൽ ഇത്രയും വെള്ളമുണ്ടല്ലേ ആച്ചാ, നല്ല വെള്ളമുണ്ട്. ഇല്ലേ, ഞാൻ ഇതൊന്നും ഇവിടെ വെക്കട്ടെ. ഇതിന് കപ്പയും കൊണ്ട് വരുന്നുണ്ട്. എനിക്ക് തരുമോ എന്നാ? ആണോ? ആ, ഞാനിവിടെ ഉണ്ടാവും. അത് പുഴുവാച്ചാ, അത് കൊള്ളൂല്ലാത്ത ചേച്ചാ. തീർന്നതിൻ്റെ ഒരു ഇത് കാച്ചിലിന് പോലും എത്തി കൊടുക്കാം. അമ്മയ്ക്ക് 3-ാം ചൂടുണ്ട് കേട്ടോ. 3-ാം ചൂടുണ്ട് കാച്ചില്. ഇനി 1 2 3 4 5. നമുക്ക് ബാംഗ്ലൂർക്ക് ഒരു സാധനം പോകുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഇത് പറഞ്ഞ ചേട്ടൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ്. നമ്മുടെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ നിന്ന് നല്ല നാടൻ ഐറ്റംസ്, ചക്ക, മാങ്ങ, നേന്ത്രപ്പഴം, അങ്ങനെയുള്ള നാട്ടിലെ ഐറ്റംസ്, പയറ്, പച്ചക്കറികളല്ലോ നമ്മുടെ ഇവിടുന്ന് കയറി പോകുന്നതാണ്. ഇവിടുന്ന് ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് ബാംഗ്ലൂരിൽ നമ്മൾ 2 സൈറ്റ് ഉണ്ട്, മടിവാളയും കുറച്ചിപ്പുറത്തും. ചേട്ടൻ്റെ നമ്പർ പറഞ്ഞു തന്നാൽ നമ്മൾ ഓൺലൈനിൽ സാധനം വീടുകളിൽ എത്തിച്ചു കൊടുക്കും, അപ്പാർട്ട്മെന്റുകളിലെല്ലാം. ചേട്ടൻ്റെ നമ്പർ പറ. എൻ്റെ നമ്പർ നിങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടാ പോരെ? എന്നാലും ആയിക്കോട്ടെ. എന്നാ ശരി. ഓക്കെ, നമ്പർ എല്ലാ ശനിയും ഞായറുമാണ് ബാംഗ്ലൂർ ഉണ്ടാവുക. ഓക്കെ, 2 ദിവസം. അപ്പോൾ എല്ലാവരും സഹകരിച്ച് ചേട്ടന് വിളിക്കുക. ഞാൻ നമ്പർ ഇതിൻ്റെ അടിയിലിടാം. അപ്പോൾ ചേട്ടൻ കൊണ്ടുതരും കേട്ടോ നിങ്ങൾക്ക് പറയുന്ന സാധനങ്ങൾ.